ടെസ്റ്റിലെ എലൻ മസ്കിന്റെ കാർ എന്തിനാ ഇംപ്ലിമെന്റ് ചെയ്ത് ഡ്രൈവർലെസ് കാർ എന്തിനാ ഇംപ്ലിമെന്റ് ചെയ്ത് ആലോചിച്ചിട്ടുണ്ടോ? ഈ ലോകം മൊത്തം അയാളെ കയ്യിലായി. പിന്നെ ഒരു കാർ ഇപ്പൊ നമ്മൾ NH ഇങ്ങനെ പോവാ, ഡ്രൈവർ ഇല്ലാത്ത കാർ. ആ കാർ എന്താ ആണ്, കംപ്ലീറ്റ് ആണ്. ആ കാർ ഇങ്ങനെ പോകുമ്പോൾ പരിസരത്തുള്ള മൊത്തം സാധനം ഒപ്പിയിടും. എലൻ മസ്ക് നാളെ ഡ്രൈവർലെസ് കാർ ഇംപ്ലിമെന്റ് ചെയ്താൽ എലൻ മസ്കിന്റെ കാർ ഈ ലോകത്തൂടെ സഞ്ചരിക്കണോ ആ പരിസരത്തുള്ള കംപ്ലീറ്റ് GPS ലൊക്കേഷൻ കിട്ടി ഇല്ലേ? അപ്പൊ ഇതിലെങ്ങനെ പോകുമ്പോൾ ഇവിടെ ആ ലൊക്കേഷൻ GPS ലൊക്കേഷൻ കിട്ടി, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും കിട്ടി, ഇവിടുത്തെ ട്രാഫിക് ഉണ്ട്, എത്ര വണ്ടി കൊണ്ട് കിട്ടി. ഇതൊക്കെ സൂപ്പർ കമ്പ്യൂട്ടർ എലൻ മസ്കിന് എടുത്ത് ആ സൂപ്പർ കമ്പ്യൂട്ടർ ഡാറ്റ ഒക്കെ സേവ് ചെയ്ത് വെക്കുക. ഇപ്പൊ ഗൂഗിൾ മാപ്പ് ഇവിടെ നിന്ന് നമ്മുടെ എല്ലാ സാധനവും ട്രാക്ക് ചെയ്ത് നമ്മളെല്ലാ കാര്യങ്ങളും അറിയാം ഗൂഗിൾ മാപ്പ്. എലൻ മസ്ക് ഇതേപോലെ ഈ ഡ്രൈവർലെസ് കാറുകൾ ഇംപ്ലിമെന്റ് ചെയ്ത ലോകത്തിന്റെ മൊത്തം സാധനം പുറത്തേക്ക് വന്നു. ഇപ്പം ChatGPT മൈക്രോസോഫ്റ്റും ഗൂഗിളൊക്കെയാണ് ടോപ്പെങ്കിൽ നാളെ എലൻ മസ്ക് ഏറ്റവും ടോപ്പിലെത്തും. ഈ ലോകത്തിൽ ഏറ്റവും വലിയ പൈസക്കാരൻ ഊപ്പറാവും. അയാളടുത്ത് കംപ്ലീറ്റ് ടൂൾ ഉണ്ടാവും, സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ടാവും, ഈ ലോകത്തെ കൺട്രോൾ ചെയ്യുന്ന സാധനം ഊപ്പറെടുത്തുണ്ടാവും. ആ രീതിയിൽ വേൾഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്.